തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന്റെ കൂട്ടാളിയായ ഗണപതിയെ പടക്കം പൊട്ടിച്ചോടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങളിലേക്ക്. ആസിഫുണ്ട് വിവരങ്ങളുമായി. ആസിഫ, ഈ മയക്കുവെടിയേറ്റ അവശനായ കൊമ്പനെ താങ്ങി നിർത്തിയത് ഈടാറ്റുമുഖം ഗണപതി എന്ന ഈ കാട്ടാനയായിരുന്നു. ആ കാട്ടാനയെ ഇപ്പോൾ തുരത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വനം വകുപ്പിന് ആനയ്ക്കടുത്തേക്കെത്തി അതിന് തുടർ ചികിത്സ നൽകാൻ ഈ ഈടാറ്റുമുഖം ഗണപതിയുടെ സാന്നിധ്യം കുറച്ച് പ്രശ്നമാകും. അത് കണ്ടെത്തിയായിരിക്കും ഈ ഒരു പടക്കം പൊട്ടിച്ച് ഓടിച്ചിട്ടുണ്ടാവുകയല്ലേ? തീർച്ചയായും സേതു അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു ആനയ്ക്ക് രാവിലെ മുതൽ തന്നെ ഈ ആനയെ സ്പോട്ട് ചെയ്ത സമയത്തും മുതൽ തന്നെ മറ്റ് ആനകളുടെ സാന്നിധ്യം ഈ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അല്പസമയത്തിനൊക്കെ തന്നെ ഈ അതിരപ്പള്ളിയിൽ മയക്കുവെടി വെച്ച് പിടിച്ച ആനയുമായുള്ള ആനിമൽ ആംബുലൻസ് ഇങ്ങോട്ട് എത്തും. എന്തായാലും ആ സംഘത്തിലുണ്ടായിരുന്ന സംഘാംഗങ്ങളടക്കമുള്ളവർ ഇപ്പോൾ ഇങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ട്. അവരുടെ വാഹനമടക്കം ഇങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഫോറസ്റ്റിന്റെ കൂടുതൽ വാഹനങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ എത്തുന്നുണ്ട്. എന്തായാലും തുടർ ചികിത്സ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. നമ്മൾ ആ ഒരു മുറിവിന്റെ ഒരു ആഴം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. വലിയ ആഴം എന്ന് പറഞ്ഞാൽ അതിന്റെ തലയുടെ ഒരു ഭാഗം വലിയൊരു ദ്വാരം പോലെയുള്ള ഒരു അങ്ങനെയാണ് ഇപ്പോൾ ആ മുറിവിന്റെ ഒരു അവസ്ഥയുള്ളത്. ആ ദൃശ്യങ്ങൾ അതിന്റെ ഒരു ഭീകരാവസ്ഥ ബോധ്യമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാനും കഴിയുന്നത്. എന്തായാലും ആ ഒരു ചികിത്സ അത് എത്രത്തോളം ഇനി നടത്തേണ്ടി വരുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആനയ്ക്ക് വെടിയേറ്റ സമയത്താണ് ഏഴാറ്റുമുഖം ഗണപതിയുടെ സാന്നിധ്യം സമീപത്തുണ്ടായിരുന്നു. പിന്നീട് രണ്ട് ആനകളും തമ്മിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം വന്നു. എന്തായാലും ഈ അരുൺ സക്രിയ അടക്കം അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചത് പിന്നീട് ഈ ആനയെ ഇങ്ങനെ കുത്തിമാറ്റിയതിനു ശേഷം മാത്രമാണ് പിന്നീട് ആനയ്ക്കടുത്തേക്ക് എത്താനും ഈ മറ്റേ ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആനയെ അവിടെ നിന്ന് വിരട്ടി ഓടിച്ചതിന് ശേഷമാണ് പ്രാഥമിക ചികിത്സയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രാഥമിക ചികിത്സ നിലവിൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിന്റെ ആ പഴുപ്പ് ഇപ്പോൾ നീക്കം ചെയ്തപ്പോഴാണ് ആ ദ്വാരം മുറിവേറ്റ ആ ഭാഗം എത്രത്തോളം അത് അതിഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നത്. അത്രത്തോളം ആനയുമായുള്ള സംഘം ഇപ്പോൾ ഈ കോടനാട്ടേക്ക് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും ആ സംഘം ഇപ്പോൾ കോടനാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ആനയുമായുള്ള സംഘം ഇങ്ങനെ കടന്നു വരികയാണ്, കോടനാടിലേക്ക് കടന്നു വരികയാണ്. വയനാട്ടിൽ നിന്ന് RRT സംഘമടക്കം ഈ ഒരു ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് ഇത്. ആ സംഘം ഇപ്പോൾ ആനയുമായുള്ള വാഹനം ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി അവിടെയാണ് ചികിത്സ നൽകേണ്ടത്. അവിടെ സ്വാഭാവികമായും ആനയുടെ ആ ഭീകരാവസ്ഥ ആ ഒരു മുറിവിന്റെ ആഴമടക്കം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നതാണ്. എന്തായാലും മയക്കം ാണ് ഇപ്പോൾ ആന ഉള്ളത്. RRT സംഘങ്ങളടക്കം ആ ഒരു വാഹനത്തിന്റെ പിന്നാലെ വാഹനത്തിന്റെ ഒപ്പം ആ ആനയെ കൊണ്ടുപോകുന്ന വാഹനത്തിലുണ്ട്. ഈ കുങ്കിയാനകളെ കൂടി അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതിന്റെ ഉള്ളിലേക്ക് ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളിലാണ് ഈ അഭയാരണ്യത്തിൽ ആനക്കൂട് ഒരുക്കിയിട്ടുള്ളത്. ഇനി അവിടെ വെച്ചാണ് ഇനി തുടർ ചികിത്സ നൽകേണ്ടത്. ഏതായാലും ആ മുറിവിന്റെ ആഴമടക്കം കൂടുതൽ വ്യക്തമാകുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം വലിയ
ഒരു ആഴത്തിലുള്ള മുറിവ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി സ്വാഭാവികമായും അതിവിദഗ്ധ ചികിത്സ നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ് ഈ ആനയ്ക്ക് വേണ്ടി വരിക. കാരണം ആദ്യഘട്ടത്തിൽ നൽകിയ ചികിത്സ ഫലപ്രദമാകാതെ വന്നിരുന്നു. പിന്നീടാണ് ആ ആനയുടെ മുറിവ് കൂടുതൽ ദുഷ്കരമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഇപ്പോൾ അഭയാരണ്യത്തിലേക്ക് ആനയുമായുള്ള സംഘം എത്തിയിരിക്കുന്നു. മയക്കുവടിയുടെ ഇപ്പോ ഈ ആന എലിഫന്റ് ആംബുലൻസിൽ ആനയെ എത്തിച്ചിട്ടുണ്ട്. ഇനി ആനയെ പുറത്തിറക്കണമെങ്കിൽ കുങ്കിയാനകളുടെ സാന്നിധ്യം കൂടി അവിടെ വേണ്ടേ? അപ്പോൾ അവയെയും ഉടൻ തന്നെ ഇവിടേക്ക് എത്തിക്കുമോ? തീർച്ചയായും കുങ്കിയാനകളുടെ സാന്നിധ്യം വേണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അതോടൊപ്പം ഈ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങളും അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കാൻ കഴിയുമോ എന്നുള്ളതും സ്വാഭാവികമായും പരിശോധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കുങ്കിയാനകളെയും ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നുള്ള കാര്യമാണ് അല്പം മുമ്പ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലെവിൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥരും അരുൺ സക്രി അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വിദഗ്ധ ചികിത്സ ആരംഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അരുൺ സക്രി അടക്കമുള്ളവർ ഈ ഒരു വാഹനത്തിൽ ഇപ്പോൾ ഏതായാലും ഇങ്ങോട്ട് എത്തുന്നുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം എത്തുന്നുണ്ട്. എന്തായാലും അതിവിദഗ്ധമായ ഒരു വിദഗ്ധ ചികിത്സ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അത് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ ഉള്ളത്. അത് ഇനി നൽകേണ്ട നടപടികളിലേക്ക് കടക്കുകയാണ്.